ഹലോ, വെൽക്കം ടു വിസ്ക് ആൻഡ് വ്യൂ. ഇന്ന് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബെൽ ബോട്ടമാണ് ചെയ്ത് കാണിക്കുന്നത്. ബെൽ ബോട്ടം ഞാനിവിടെ 10 വയസ്സായ മോൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി തുണി മടക്കേണ്ടത് ഞാൻ ഈ ഒരു ചെറിയ പീസിൽ കാണിച്ചു തരാം. നേരെ ഇങ്ങനെ പകുതിയായിട്ട് മടക്കുക. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കാൻ കാരണം ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് നമ്മളുടെ അടുത്തേക്ക് വരേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ മടക്കിയത്. വീതിക്ക് ഒരു തവണ മടക്കി, ഇനി നമ്മൾ നീളത്തിൽ ഒരു തവണ മടക്കണു. പിന്നെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് 1/2 ഇഞ്ച് സീം അലവൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടാണ് നമ്മളുടെ ബാക്കി മെഷർമെൻറ്റ്സ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ 10 വയസ്സായ ഒരു കുട്ടിയുടെയാണ്. ആ കുട്ടിയുടെ ഹിപ്പ് റൗണ്ടാണ് ഞാനിവിടെ അളന്നിട്ടുള്ളത്, വേസ്റ്റ് റൗണ്ട് അല്ല. ഹിപ്പ് റൗണ്ട് 28 ആണ്. അപ്പോൾ നമുക്ക് 28/4 7 ഇഞ്ച് കിട്ടും. അതിന് കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 9 ഇഞ്ച് നമ്മളിവിടെ കണ്ടുപിടിച്ച് വയ്ക്കുക. അതായത് നമ്മൾ ഈ തുണിയെ 4 പീസായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഹിപ്പ് റൗണ്ട് കിട്ടുന്നത്, ഹിപ്പ് റൗണ്ടിനെ ഡിവൈഡ് ബൈ 4 ചെയ്യുക. പ്ലസ് 2 ഇഞ്ചോ 2.5 ഇഞ്ചോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ലൂസിനായിട്ട്. അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് എത്ര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുകളിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് നല്ലത്. കാരണം നമ്മളിതിനെ മടക്കി അടിക്കുമ്പോൾ അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റക്കുറച്ചിൽ വന്നാൽ ഇലാസ്റ്റിക് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം, 2 ഇഞ്ചും മാർക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് നമ്മുടെ പാൻറ്റിൻ്റെ ലെങ്ത് ആയിട്ടുള്ള 32 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊരു വര വരയ്ക്കുകയാണേ. അപ്പോൾ 32 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് താഴെ നമുക്ക് മടക്കി അടിക്കാനായിട്ട് ഞാനിവിടെ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ 3 ഇഞ്ച് കൊടുക്കുന്നവരും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫാബ്രിക് എങ്ങനെ വേണോ, പിന്നെ വിഡ്ത്തിനനുസരിച്ച്, അതായത് 1.5 ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും 1.5 ഇഞ്ച് മടക്കാനാണെങ്കിൽ 3 ഇഞ്ച് കൊടുക്കണം. ഞാനിവിടെ 1 ഇഞ്ച് വീതം മടക്കി അടിക്കാനാണ്, അതുകൊണ്ട് ഞാനിവിടെ 2 ഇഞ്ച് കൊടുത്തു. ഇപ്പം നമുക്ക് ഏകദേശം ഫാബ്രിക് എത്ര വേണ്ടെന്ന് മനസ്സിലാവില്ലേ? കാരണം ആദ്യം 1.5 ഇഞ്ച്, പിന്നെ 32, പിന്നെ 2, നമുക്കിവിടെ മുകളിൽ 2 എണ്ണമായിട്ട് എടുക്കാം. അപ്പോൾ ഏകദേശം 36 ഇഞ്ച് കിട്ടും. അപ്പോൾ 36 ഇഞ്ചിൻ്റെ ഇരട്ടി കാണണം. കാരണം ഇതിപ്പോൾ നമ്മൾ മടക്കിയിട്ടിരിക്കുന്നത് ലെങ്ത് വൈസ് 2 ആയിട്ടാണ് അല്ലേ. അപ്പോൾ 36 + 36 72 ഇഞ്ച് ക്ലോത്താണ് വേണ്ടത് ഏകദേശം നമുക്ക്. അതായത് കറക്റ്റായിട്ട് ഇഞ്ചസിലേക്ക് മാറ്റുമ്പോൾ 1.8 സംതിങ് മീറ്റേഴ്സൊക്കെയാണ് വരിക. അങ്ങനെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് 1.25 മീറ്റർ വാങ്ങിച്ചിട്ട് ഈ സൈഡിൽ ഇത് വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഭാഗം ഉണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് താഴെ മടക്കി അടിക്കാനൊക്കെ യൂസ് ചെയ്യാം. ആ 2 ഇഞ്ചിന് പകരം നിങ്ങൾക്ക് ലെങ്ത്ത് വരെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 2 മീറ്റർ തന്നെ വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിനി ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഇവിടെ നമ്മൾ 28 ഇഞ്ച് ഹിപ്പ് റൗണ്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പ്ലസ് 2 ഇഞ്ച് സീം അലവൻസ് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 9 ഇഞ്ചാണ്. അത് നമ്മൾ ഈ 2 ഇഞ്ചസ് മാർക്ക് ചെയ്ത ആ ലൈനിലാണ് 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇനി താഴേക്കുള്ള ഈ ഒരു ലെങ്ത്തിനെ നമ്മൾ ക്രോച്ച് ലെങ്ത്ത് എന്നാണ് പറയുക. അപ്പോൾ ക്രോച്ച് ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഉണ്ട്. ഹിപ്പ് റൗണ്ട് ഡിവൈഡ് ബൈ 3 ചെയ്താൽ മതി നിങ്ങൾ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന മെഷർമെൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി ആഡ് ചെയ്യാം. കുട്ടികൾക്ക്, വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ 2 ഇഞ്ച് ആഡ് ചെയ്യാം. അതായത് 9 + 1 ഇഞ്ച്. വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ മുകളിൽ നിങ്ങളിപ്പോൾ 10 കൊടുക്കണമെങ്കിൽ 10 + 2 ഇഞ്ച്. അതായിരിക്കും ക്രോച്ച് ലെങ്ത്ത്. ഈ ഒരു ലെങ്ത്തിനെയാണ് നമ്മൾ ക്രോച്ച് ലെങ്ത്ത് എന്ന് പറയുക കേട്ടോ. ഇവിടെ ഞാൻ ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ 28/3 അങ്ങനെയാണല്ലോ കിട്ടുക. അപ്പോൾ നമുക്ക് 9 പോയിൻറ്റ് സംതിങ് കിട്ടുക. അപ്പോൾ ഞാൻ അതിനെ 10 ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മുകളിലുള്ള കൊടുത്തിട്ടുള്ളതിനെക്കാട്ടിലും 1 ഇഞ്ച് കൂടുതൽ എടുത്താൽ കുട്ടികളുടേതിനൊന്നും കുഴപ്പം വരില്ല. വലിയ ആൾക്കാർക്കാവുമ്പോൾ കറക്റ്റായിട്ട് ഒന്നുകിൽ ഫോർമുല യൂസ് ചെയ്യുക, അല്ലെങ്കിൽ +2 ഇഞ്ച് ചെയ്യുക മുകളിലത്തെ മെഷർമെൻറ്റിനെക്കാട്ടിലും. എന്നിട്ട് നമ്മൾ ആ ലൈനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ വരയ്ക്കണം. അതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ബെൻഡ് ചെയ്ത് കേർവ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് കേർവ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ആ 9 ഇഞ്ചിൽ നിന്ന് താഴേക്ക് നമ്മൾ 10 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്ത ശേഷം ഇതേപോലെ ഒന്ന് കേർവ് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ഇപ്പം നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു 9 ഇഞ്ച് പ്ലസ് നമ്മൾ അപ്പുറത്തേക്ക് വരച്ചിട്ടുള്ള ആ 2 ഇഞ്ച്. അപ്പോൾ ടോട്ടൽ നമുക്ക് 11 ഇഞ്ച് കിട്ടും. അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് 5.5 ഇഞ്ചിലാണ് വരിക. ഈ 5.5 ഇഞ്ചിൽ വരുന്നത് തന്നെ നമുക്ക് താഴത്തെ ലൈനിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴെ മടക്കി അടിക്കാനുള്ള ബോട്ടം പാർട്ട് ഉണ്ടല്ലോ, അതിൽ നമ്മൾ 5.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്കതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കാം. ഇനി താഴെ നമ്മൾ ബോട്ടം പാർട്ടിൽ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നമുക്ക് 4.5 ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ ഞാൻ 9 ഇഞ്ച് ഫ്ലെയർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ഫ്ലെയർ കൊടുക്കണം അതിനനുസരിച്ച് എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം.
അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബെൽ ബോട്ടത്തിൻ്റെ ആ ഷേപ്പ് അങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ ക്ലോത്തിലൊന്ന് വരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇനി നമ്മളിത് ക്ലോത്തിൽ ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. മുകളിൽ നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ പോർഷന് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 ഇഞ്ച്. അതേപോലെ സൈഡിൽ ഓപ്പൺ സൈഡിൽ നമ്മൾ 1/2 ഇഞ്ച് കംപ്ലീറ്റ് ആയിട്ട് സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് 9 ഇഞ്ച്, നേരത്തെ പറഞ്ഞല്ലോ ഹിപ്പ് റൗണ്ട് ഡിവൈഡ് ബൈ 4 + 2 ഇഞ്ച്, അങ്ങനെ നമ്മൾ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ 9 ഇഞ്ചിൽ നിന്ന് താഴേക്ക് നമ്മളുടെ ക്രോച്ച് ലെങ്ത് ആയിട്ടുള്ള 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ 10 ഇഞ്ചിൽ നിന്ന് എക്സ്ട്രാ 2 ഇഞ്ച് നമ്മൾ നീക്കി മാർക്ക് ചെയ്തിട്ട് അവിടേക്കൊരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് 9ഉം 2ഉം 11 ഇഞ്ച് കിട്ടും. അതിൻ്റെ നമ്മളിതാ ഇവിടെ മാർക്ക് ചെയ്ത് ഒരു 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു 16 ഇഞ്ച്, അതായത് നമ്മളുടെ കുഞ്ഞിൻ്റെ മുട്ടിൻ്റെ കുറച്ച് മുകളിലായിട്ട് നമുക്കൊരു പോയിൻ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 16 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ 11 ഇഞ്ച് ഉണ്ടല്ലോ മുകളിലെ, അതിനെ ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ നേരെ പകുതി നമ്മൾ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 5.5 ഇഞ്ച് അത് തന്നെ നമ്മൾ ഈ ഒരു 16 ഇഞ്ചിലും മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബോട്ടം ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബോട്ടം പാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന ഈ 5.5 ഇഞ്ച് ഉണ്ടല്ലോ, അതിൽ നിന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നിങ്ങൾക്ക് ആ ബെൽ ബോട്ടത്തിൻ്റെ ആ ഒരു വിരിവ് ഉണ്ടല്ലോ, ലാസ്റ്റുള്ള ആ ഒരു ഫ്ലെയർ, അത് എത്ര വേണോ അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 4.5 വേണമെങ്കിൽ 2 സൈഡിലേക്കും 4.5 മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 9 കിട്ടും. അതല്ല 5 വേണമെന്നുണ്ടെങ്കിൽ 2 സൈഡിലേക്കും 5 മാർക്ക് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് 10 കിട്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ എത്ര വിരിവ് വേണം അതിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ 16 ഇഞ്ചിൽ കുട്ടിയുടെ കാൽമുട്ടിൻ്റെ അവിടെ വെച്ചിട്ട് കുറച്ച് ലൂസായിട്ട്, കുറച്ച് മടക്കി പിടിച്ചിട്ട് ലൂസായിട്ടുള്ള മെഷർമെൻറ്റ് വേണം എടുക്കാൻ. അതല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ടൈറ്റായിട്ട് വരും. ഞാനിപ്പോൾ കയ്യിൽ ചുറ്റി കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ കാലിൽ മുട്ടിൻ്റെ ഒരു 1 ഇഞ്ച് മുകളിലായിട്ട് അവരോടൊന്ന് കാലിങ്ങനെ മടക്കി വയ്ക്കാൻ പറയുക. എന്നിട്ട് കുറച്ച് ലൂസായിട്ടുള്ളൊരു മെഷർമെൻറ്റ് നമ്മളിവിടെ എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ 14ആണ്, അതുകൊണ്ട് ഇവിടെ നമ്മളുടെ റൗണ്ട് മെഷർമെൻറ്റാണ് 14. അപ്പോൾ അതിൻ്റെ പകുതി 7. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പോയിൻറ്റിൽ നിന്ന് 5.5 ഇഞ്ച് എന്നുള്ള പോയിൻറ്റിൽ നിന്ന് 2 സൈഡിലേക്കും 3.5 വീതം മാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ മുകളിലുള്ള പോയിൻറ്റിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതായത് ഇതുപോലെ ഇവിടെ നിന്നും നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇപ്പോൾ വരയ്ക്കുന്ന ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ 1/2 ഇഞ്ചും കൂടി നമ്മൾ സീം അലവൻസ് കൊടുത്ത ശേഷം വേണമായിരുന്നു കട്ട് ചെയ്തെടുക്കാൻ. പക്ഷേ ഞാനത് ഈ ഒരു വരയിൽ കൂടെ തന്നെ കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഞാൻ പക്ഷേ മോളുടെ അളവ് കുറച്ചുകൂടി ലൂസായിട്ട് എടുത്തതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോഴും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നിങ്ങളത് മറക്കാതെ ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത ശേഷം വേണം ആ ഒരു ഡിസൈൻ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് ആണ്. സ്റ്റിച്ചിങ്ങിനായിട്ട് ഇതുപോലെ നമ്മൾ 2 ഇഞ്ചിൽ ഇങ്ങനെ കേർവ് ചെയ്ത് വരച്ചിട്ടുള്ള പീസുകളുണ്ടല്ലോ, അത് ഇപ്പോൾ നമ്മൾ ബാക്കിലേക്കുള്ള 2 പീസുകൾ എടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത 2 പീസും കൂടി ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കണം. എപ്പോഴും നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളത് ബോട്ടം വരെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. കറക്റ്റായിട്ട് ഇങ്ങനെ വലിക്കാതെ സ്റ്റിച്ച് ചെയ്യുക. വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴെ എത്തുമ്പോൾ ഒരു ഏറ്റക്കുറച്ചിൽ പോലെ തോന്നും. അപ്പോൾ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ഇങ്ങനെ വലിക്കാതെ നമ്മൾ താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ നമ്മൾ അടുത്ത സൈഡും കൂടി ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ നടുവിലുള്ള ഈ ഒരു പോയിൻ്റാണ്, ഇതുപോലെ ഒരു സൈഡിലുള്ള സ്റ്റിച്ച് ലെഫ്റ്റിലോട്ടും താഴത്തേത് റൈറ്റിലോട്ടും, അങ്ങനെ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു 2-3 ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് ഒരു കാല് മുഴുവൻ നമുക്ക് പതുക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും അതേ കാലിൽ കൂടെ തന്നെ നമുക്ക് തിരിച്ച് ഈ ഒരു സെൻറ്ററിലേക്ക് എത്തിയിട്ട് അടുത്ത കാലും കൂടി ഫിനിഷ് ചെയ്യാം. അങ്ങനെയാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വലിക്കാതെ ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് കറക്റ്റ് ആ ഷേപ്പിന് നമുക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും ഇവിടെ നിന്ന് തന്നെ നമ്മൾ തിരിച്ചിട്ട് തുടങ്ങുക. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ എത്തിയിട്ട് അടുത്ത കാലിലേക്കും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഇനി നമുക്ക് എലാസ്റ്റിക് എടുക്കാം. എലാസ്റ്റിക് ഞാൻ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുക്കുന്നത്. വേസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, വേസ്റ്റ് റൗണ്ടിൽ നിന്ന് ഒരു 3 ഇഞ്ച് കുറച്ചിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ 2 അറ്റം കൂടി ചേർത്ത് വെച്ചിട്ട്
ഒരു 5-6 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നാലാണ് അത് സ്ട്രോങ് ആയിട്ട് നിൽക്കുള്ളൂ. ഇനി നമ്മുടെ ടോപ്പ് പാർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് 1/2 ഇഞ്ച് മടക്കി അടിക്കുന്നുണ്ട്. ഇതൊരു കമ്പൽസറി അല്ല. ഇങ്ങനെ 1/2 ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും നമ്മൾ 1 ഇഞ്ച് താഴേക്ക് മടക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇത് കമ്പൽസറി അല്ല. അതിന് ശേഷം നമ്മുടെ എലാസ്റ്റിക് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇലാസ്റ്റിക്കിൽ കൊള്ളാത്ത രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സൈഡ് കൂടെ ഇങ്ങനെ നമുക്ക് വലിച്ചു പിടിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴെയുള്ള ഭാഗം 1 ഇഞ്ച് മടക്കി വീണ്ടും 1 ഇഞ്ചും കൂടി മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ 2 കാലത്തെയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ എന്ത് കമൻറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ താങ്ക് യു. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.